ആകുമ്പോൾ അവിടെ എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടാവും. 3 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരും. എന്താ പറഞ്ഞത്? എന്താ നോട്ടീസിൽ എന്താ പറഞ്ഞത്? അത് സ്റ്റേഷനിൽ അവർക്ക് എന്തോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ 3 മണിക്ക് അവൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ. എറണാകുളത്ത് നിന്നുള്ള പോലീസാണോ വന്നത്? അതെ, നോർത്ത് പോലീസ് സ്റ്റേഷനിൽ. നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കാന്ന് ഉറപ്പ് കൊടുത്തു. സഹകരിക്കാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. ഒരു സർക്കാർ നോട്ടീസ് അയച്ചാൽ നമ്മൾ അതിന് പ്രതികരിക്കാൻ അതിന് സഹകരിച്ചു. നാളെ 3 മണിക്ക് അവിടെ എത്തും. നാളെ 3 മണിക്ക് നമ്മൾ പൂർണ്ണമായും നിയമത്തിൽ വിശ്വസിക്കുകയാണ്. അതെ, ഈ അമ്മയുടെ ഒരു നോട്ടീസ് കൂടി വന്നിട്ടുണ്ടല്ലോ, അമ്മയുടെ നോട്ടീസല്ല, ICCയുടെ അത് തിങ്കളാഴ്ച. ഒന്നും പരാമർശിച്ചില്ല. ഏത് കേസാണോ ഏത് പരാതിയാണോ? വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയതിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടീസിനെ തന്നിരിക്കുന്നത്. അത് സംബന്ധിച്ച് ചോദിച്ചറിയാനാണ്. നാളെ 3 മണിക്ക് അവിടെ എറണാകുളത്ത് നോർത്ത് സ്റ്റേഷനിൽ. ഷൈൻ ഇവിടെ ഇല്ല. എത്ര മണിക്കാണ്? 3 മണിക്കാണ്. 3 മണിക്ക്. നമ്മുടെ സൗകര്യം കൂടി നോക്കിയാണ് അവരെ സമയം ഫിക്സ് ചെയ്തത്. അവര് ആദ്യം വേറൊരു സമയം പറഞ്ഞു അത് പറ്റില്ല, അവിടേക്ക് ആളുകൂടി ഓടി എത്തണ്ടേ, ആളുകൂടി ഇല്ലല്ലോ. ഷൈനിപ്പോ എവിടെ ഉള്ളേന്ന് വിളിക്കുന്ന ആൾക്കാരും പറയണില്ല എന്നോട്. പറയുന്നില്ല. എന്തായാലും ഷൈനെ നാളെ എത്തിക്കും. ഷൈൻ 3 മണിക്ക് അവിടെ എത്തും, നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തും. നിങ്ങളൊന്നും പോകുന്നു. അഭിഭാഷകനൊപ്പമായിരിക്കും ഷൈൻ പോകും. അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാവും കൂടെ, എത്രയോ കൂടെ. അതുകൊണ്ട് വേറെ അഭിഭാഷകന്മാരൊന്നുമില്ല. അഭിഭാഷകന്മാർ രാമപിള്ള അവിടെ അടുത്തുള്ള ആളെന്നെ ഉള്ളു, സ്റ്റേഷന്റെ അടുത്തുള്ള ആളെന്നെ. അപ്പൊ അവന്റെ സ്നേഹിതന്മാരായിട്ട് രാമപിള്ള അവന്റെ വക്കീല്. ഇതിനൊരു നിയമോപദേശം അവരുടെ പേരിൽ എടുത്തിട്ടില്ല. ഒരു നിയമോപദേശം ഞങ്ങൾ നേടിയിട്ടില്ല. കേസ് ആയിട്ടില്ലല്ലോ. കേസൊക്കെ ആയി വരുമ്പോഴല്ലേ ഇപ്പൊ നമുക്ക് അപ്പൊ അതിനെപ്പറ്റി ആലോചിക്കാം. പക്ഷെ നമുക്ക് കേസ് നടത്തി 10 കൊല്ലം കേസ് നടത്തിയിട്ട് പരിചയമുണ്ട്. അപ്പൊ ഒരു കേസ് എപ്പോഴാവണേന്ന് നമുക്കറിയാം. അതാവുമ്പോ നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം. അഭിഭാഷകനോട് ഞങ്ങൾ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞു സംസാരിച്ചിട്ടില്ല, കെട്ടിയെത്തിയിട്ടില്ല. ഇങ്ങനെ കുറെ ഓലപ്പാമ്പുകളല്ലേ, അതൊക്കെ വരിട്ടാവും. അത് കഴിഞ്ഞിട്ട് കേസാകുമ്പോ നമുക്ക് വക്കീലിനായിട്ട് ബന്ധപ്പെടാം. അല്ല, കേസ് വല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കേസ് ആവുക. ഇതിപ്പോ അവൻ അവിടെ വന്നു, അവൻ പോയി, ഇത്രയും നല്ലത്. വേട്ടയാടിന്റെ എന്തോ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ശരി ശരി. അപ്പൊ നാളെ 3 മണിക്ക് ശേഷം കാണാം. ഓക്കെ.